ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ ഡ്യൂസൽഡോർഫിൽ ഒരു റെസ്റ്റോറൻറ്റിൽ പോവുകയാണ്. അത് യൂറോപ്പിലെ തന്നെ ആദ്യത്തെ സൗത്ത് ഏഷ്യൻ റെസ്റ്റോറൻ്റാണ്. അപ്പം നമുക്കൊന്ന് അവിടെ പോയിട്ട് ഫുഡെല്ലാം ട്രൈ ചെയ്ത് നോക്കാം. ഡ്യൂസൽഡോർഫ് ബാനോഫിൽ നിന്ന് ഒരു 20 മിനിറ്റ്സ് ആണ് ഉള്ളിലേക്കുള്ളത് നമ്മൾ ഉബാന് പോവുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോയിൽ കാണാം. ജാഷ്വിക് എന്നാണ്ടോ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ആംബിയൻസ് എല്ലാം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങളിവിടുത്തെ പ്ലേറ്റ്സ് എല്ലാം ശ്രദ്ധിച്ചോന്നറിയില്ല, ഭയങ്കര എസ്തെറ്റിക് ആയിരുന്നു അത്. ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് ഇന്ത്യയിൽ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയതാണെന്നാണ്. ഞങ്ങൾ രാവിലെ ഒരു 11:30 ആയപ്പോൾ ചെന്നപ്പോൾ അത് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കസ്റ്റമേഴ്സ് ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നന്നായി വീഡിയോ എടുക്കാനെല്ലാം പറ്റി. വന്നപ്പോൾ തന്നെ ഞങ്ങളൊരു സർബത്താണ് കുടിച്ചത്. ഞങ്ങൾ നല്ല ചൂടത്ത് വെയിലത്തുനിന്ന് കയറി വന്നിട്ട് ഈ സർബത്തൊന്ന് കുടിച്ചപ്പോൾ നല്ലൊരു ആശ്വാസം തന്നെയായിരുന്നു. സൗത്ത് ഇന്ത്യയിലെ 5 സ്റ്റേറ്റ്സിലുള്ള ഫുഡ്സാണ് ഇവിടെ സെർവ് ചെയ്യുന്നത്. കേരള, തമിഴ്നാട്, കർണാടക, തെലങ്കാന ആൻഡ് ആന്ധ്രാപ്രദേശ്. അതിനുവേണ്ടി ഇവർ ഒരുപാട് റിസർച്ച് എല്ലാം നടത്തിയിട്ടുണ്ട്. ഓരോ സ്റ്റേറ്റ്സിലെയും ഫുഡും അവിടുത്തെ റെസിപ്പീസ് എല്ലാം കളക്ട് ചെയ്തിട്ടാണ് ഇവിടുത്തെ ഈ മെനു ഉണ്ടാക്കിയിരിക്കുന്നത്. സ്റ്റാർട്ടറായിട്ട് അവിടുത്തെ കുറച്ച് ഐറ്റംസ് ഞങ്ങൾ ട്രൈ ചെയ്തിട്ടോ. അതെൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിരുന്നു ഈ വിൻറ്റേജ് ചിക്കൻ 65. ഞാൻ അവരോട് ചോദിച്ചിരുന്നു എന്താണ് ഈ വിൻറ്റേജ് 65ൻ്റെ പ്രത്യേകത എന്ന്. അത് ഭയങ്കര ക്രിസ്പിയാണ്, എന്നാൽ ഉള്ളിൽ സോഫ്റ്റാണ്. അതുപോലെ തന്നെ അവരെന്തോ ഒരു സോസ് വെച്ച് അതിനെ കവർ ചെയ്തിട്ടുണ്ട്. ആ ടേസ്റ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ മട്ടൻ പെരട്ട്, മുട്ട നിറച്ചത് ഒക്കെയാണ് കേട്ടോ കഴിച്ചത്. ഇതിന് എല്ലാത്തിനും അതിൻ്റേതായ ഒരു ഫ്ലേവർ ഉണ്ടായിരുന്നു. അതായത് ഇപ്പം മട്ടൻ പെരട്ടിനാവുമ്പോൾ ഒരു പെപ്പറിൻ്റെ ഒരു ടേസ്റ്റ് ആയിരുന്നു കൂടുതലായിട്ട് നിന്നിരുന്നത്. മുട്ട നിറച്ചതിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു പ്ലെയിൻ ആയിട്ടുള്ള ടേസ്റ്റാണ് എനിക്ക് തോന്നിയത്. കാരണം ഇപ്പോൾ ഈ കഴിച്ചതിനാൽ ഇതിന് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് ചെമ്മീൻ തേങ്ങാക്കൊത്ത് ടേസ്റ്റ് ചെയ്യുന്നത്. അതെനിക്ക് ശരിക്കും എനിക്ക് നാട്ടിൽ എൻ്റെ മമ്മിയുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ കഴിക്കുന്ന ഒരു ടേസ്റ്റായിട്ട് തോന്നിയത്. എനിക്കറിയില്ല, അറിയിക്കാൻ അറിയില്ല. അതിനൊരു തേങ്ങാക്കൊത്തും ചെമ്മീനും കൂടെ വരുമ്പോൾ നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു. അതിൻ്റെ മമ്മിയൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ശരിക്കും കിട്ടി. മെയിൻ കോഴ്സായിട്ട് എനിക്ക് ദോശ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇത് ഗീ റോസ്റ്റ് ആയിരുന്നു. അതിൻ്റെ ആ ഒരു പ്രസൻറ്റേഷൻ തന്നെ അടിപൊളിയായിരുന്നു. അതുകൂടാതെ ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്നത് ബൺ പൊറോട്ടയും മീൻ മാങ്ങ കറിയും കല്യാണ ബിരിയാണിയും ഒക്കെ ആയിരുന്നു കേട്ടോ. ഈ കല്യാണ ബിരിയാണിക്ക് ഒരു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതൊരു തമിഴ്നാട് കല്യാണ ബിരിയാണിയാണെന്നാണ് എനിക്ക് മനസ്സിലായത്. ഇതൊരു താലി പോലെ തന്നെയായിരുന്നു കേട്ടോ. ഇതിൽ ചിക്കൻ ഫ്രൈ, മുട്ട, ഡബിൾ മീറ്റ, സാലഡ് അങ്ങനെയെല്ലാം വരുന്നുണ്ട് കേട്ടോ. ഇത് ടാക്കോസ് പോലെ ഒരു സംഭവമാണ് കേട്ടോ. ഇത് പൊറോട്ടയിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് കഴിക്കാനുള്ളൊരു വയറ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തതാണ്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ബട്ടർ മിൽക്ക് കഴിച്ചു കേട്ടോ. അതിന് നമ്മുടെ നാട്ടിലെ സംഭാരത്തിൻ്റെ ടേസ്റ്റ് തന്നെയായിരുന്നു. എന്നോട് സ്ഥിരം ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമാണ് ദോശ എവിടെ കിട്ടുമെന്ന്. ഇവിടെ പലതരത്തിലുള്ള ദോശകളുണ്ട്. ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു വാട്ടർമെലൺ ജ്യൂസ് കുടിച്ചു. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം അവരുടെ പ്രസൻറ്റേഷൻ അടിപൊളിയാണല്ലേ. അങ്ങനെ ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം ഞങ്ങൾ വീണ്ടും ഫുഡ് കഴിക്കാൻ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ട്രൈ ചെയ്ത് ബൺ പൊറോട്ടയും മീൻ മാങ്ങാക്കറിയും ആയിരുന്നു. ഈ ബൺ പൊറോട്ട ആദ്യമായിട്ടാണ് ഞങ്ങൾ ടേസ്റ്റ് ചെയ്യുന്നത്. ഇത് നല്ല സോഫ്റ്റ് ആയിരുന്നു. പിന്നെ മീൻ മാങ്ങാക്കറി അത് ഞങ്ങളുടെ കൊച്ചിക്കാരുടെ മീൻ മാങ്ങാക്കറി പോലെ തന്നെയായിരുന്നു. ഇത് കഴിച്ചപ്പോൾ എനിക്ക് മമ്മിയെ ശരിക്കും മിസ് ചെയ്തത്. കാരണം മമ്മി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു ഈ മീൻ മാങ്ങാക്കറിയെല്ലാം. അത് കഴിഞ്ഞ് റൈസിനൊപ്പം ഞങ്ങളത് കഴിച്ച് നോക്കിയിട്ടോ. ഇത് പക്ഷേ ബസ്മതി റൈസ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ പാർബോയിൽഡ് റൈസ് എനിക്ക് ശരിക്കും മിസ് ചെയ്തായിരുന്നു കേട്ടോ ആ ടൈമിൽ. കാരണം അതുണ്ടായിരുന്നെങ്കിൽ കുറച്ചും ടേസ്റ്റ് ആയിരുന്നു. ബസ്മതി റൈസിൻ്റെ ഒപ്പം നല്ലതായിരുന്നു. പക്ഷേ നമ്മുടെ റൈസ് ആയിരുന്നെങ്കിലായിരുന്നു കൂടുതൽ ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നി. ഇതിൻ്റെ ഒപ്പം ആ സ്റ്റാർട്ടറായിരുന്ന ചെമ്മീൻ തേങ്ങാക്കൊത്തും സാലഡൊക്കെ കഴിച്ചിരുന്നു കേട്ടോ. ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, നമ്മളിപ്പോൾ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഇതുപോലത്തെ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ എനിക്ക് കേരള ടേസ്റ്റ് കിട്ടാറില്ല. അവർ കേരള ഫുഡെന്ന് സെർവ് ചെയ്യുമെങ്കിലും എനിക്കെപ്പോഴും അതിന് വേറൊരു ടേസ്റ്റായിട്ടാണ് തോന്നിയത്. പക്ഷേ ഇവിടെ എനിക്ക് ശരിക്കും ഒരു കേരള ടേസ്റ്റ് ഫീൽ ചെയ്തു. പക്ഷേ ഈ ഫുഡ് എപ്പോഴും സബ്ജക്റ്റീവാണ്. എൻ്റെ ടേസ്റ്റ് ആയിരിക്കില്ല ചിലപ്പോൾ വേറൊരാളുടെ. എനിക്കെന്തായാലും ഈ ഫുഡ് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഇതിൽ കൂടുതലും കൊച്ചിയിലെ ഒരു ഫ്ലേവേഴ്സൊക്കെയാണെന്നാണ്. പക്ഷെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശ്രദ്ധ, അവൾ കോട്ടയത്തു നിന്നാണ്. പക്ഷെ അവൾക്കും ഇവിടുത്തെ ഫുഡെല്ലാം ഭയങ്കര ഇഷ്ടമായി. ഈ കല്യാണ ബിരിയാണി അവിടെ ഇരുന്ന് ഫുൾ കഴിക്കണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ വയറ് അത്രമാത്രം നിറഞ്ഞിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാനത് കഴിക്കാതെ വിട്ടത്. ബിരിയാണിയുടെ ഒപ്പം ഉണ്ടായിരുന്നതായിരുന്നു ഈ ഡബിൾ മീറ്റ.
ഇത് ഒരു ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു ഡിസേർട്ടായിരുന്നു. പക്ഷേ ഇതും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ തോരനോട് ചോദിച്ചാലോ എന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ മീൻ പൊള്ളിച്ചതൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഫൈനലി ഞങ്ങൾ ഡിസേർട്ടായിട്ട് കഴിച്ചത് ഈ പഴംപൊരി പാലടയായിരുന്നു. ഇതൊരു റെയർ കോമ്പിനേഷൻ ആണല്ലോ, ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഇത് ട്രൈ ചെയ്യാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇത് ശരിക്കും നല്ല തന്നെയായിരുന്നു. ഒത്തിരി മധുരമില്ല, എന്നാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഈ പഴംപൊരി ഒന്നും ഫ്രോസൺ അല്ല, ഇതെല്ലാം ഇവരിവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ ഞങ്ങൾക്ക് ഇവിടുത്തെ എല്ലാ ഫുഡും തന്നെ ഇഷ്ടമായിരുന്നു. ഇഷ്ടമാവാത്ത ഒരു ഫുഡ് പോലും എനിക്ക് തോന്നിയില്ലായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫുഡ് ഇപ്പോഴും സബ്ജക്റ്റീവ് ആണ്. എനിക്ക് ഇഷ്ടമാവുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാവണമെന്നില്ല. നിങ്ങൾ എന്തായാലും ഇവിടെ ഒന്ന് ട്രൈ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം അവിടെ വന്നിരുന്ന കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഞാൻ ചെറിയ റിവ്യൂസ് ഒക്കെ എടുത്തിരുന്നു. അവരൊരുപാട് ട്രാവൽ ചെയ്തിട്ടാണ് ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുന്നത്. Oh, the fish. Oh, I love the fish. It was really good. I've been in Goa once, and it was really tasting like the same. Yeah, it was really good. I loved it. We have been in Germany for last 5 years and 9 months. We never had the opportunity to taste authentic South Indian food in Germany till now. Okay. We live around 2.5 hours from Düsseldorf. So we came today. We actually had to leave at 9. Our train, 3 of our trains got cancelled. So a 2.5 hour journey took 4.5 hours. But we still made it a point to come here only because of the fact this restaurant was recommended by one of the provision shop owners near the station. Okay. He recommended this restaurant to me, I think, around 2 months back. And ever since I've been wanting to come here. And today finally, my wish was fulfilled. I came here, and I should be very truthful. Trust me, till now we've had a sumptuous meal. If it was some other restaurant, but even now my stomach is not even half full. So I can still go on for another 2 more hours. But the sad part is they are deciding to close down the afternoon part of the restaurant, and they'll open in the evening. But any person who loves South Indian food should come here in Düsseldorf. It's the most authentic one. He doesn't pay me for the review, so don't worry. Thank you so much. And will you come again? Sure. Yeah, definitely. With a bigger crowd, probably. Let's see. Thank you so much. Drinks are also nice. Yeah, they are. And also the starters. We had some starters. What was the name of the starter? Idli, podi idli, Yeah, that one. and With cheese inside. And spicy. Really nice. And the paneer, the Monica, tikka Monica. Oh yeah. That was tikka Monica. Yeah. your food is fantastic. താങ്ക് യു സോ മച്ച്. റിവ്യൂസ് എല്ലാം നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ആദ്യമായിട്ടാണ് തോന്നുന്നു ഒരു ഫുഡ് റിവ്യൂ ചെയ്യുന്ന ഒരു ലോങ് വീഡിയോ ഇടുന്നത്. അപ്പം എൻ്റെ ഒരു ഓണസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഞാൻ ആ വീഡിയോയിൽ ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞാൻ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും പോസ്റ്റ് ചെയ്യാം വിത്ത് മോർ ഇംപ്രൂവ്മെൻറ്റ്സ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.